മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിൽ ഉറച്ച് KSEB. ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റ് മാർഗമില്ല എന്നാണ് KSEB പറയുന്നത്. മറ്റു നിയന്ത്രണങ്ങൾ ഫലപ്രദമാകില്ലെന്നും ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നും KSEB വിലയിരുത്തുന്നു. VV അരുൺ വിവരങ്ങൾ നൽകാൻ. അരുൺ, അപ്പോൾ ലോഡ് ഷെഡിംഗ് വേണം, അല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന്, അത് മറ്റൊരു പോംവഴി കണ്ടെത്താൻ യാതൊരു സാധ്യതയുമില്ലേ? എന്തോ കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ KSEBയുടെ ബോർഡ് യോഗം ചേർന്നിരുന്നു. അവിടെ ഏത് വിധേനയും 15 ദിവസം കൊണ്ട് പ്രതിസന്ധി മറികടക്കാമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചത്. 15 ദിവസം കൊണ്ട് മഴ ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാതെ പ്രതിസന്ധി പരിഹരിക്കാമെന്ന പ്രതീക്ഷയാണ് ഉണ്ടെന്ന്. പക്ഷേ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ശൃംഖല തന്നെ തകരാറാകുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെയൊക്കെ വൈദ്യുതി ഉപയോഗം. കഴിഞ്ഞ ദിവസം രാത്രി 5797 മെഗാവാട്ടാണ് വൈദ്യുതി ആവശ്യം വന്നത്. ഇത് പിന്നീട് ഒരു ഘട്ടത്തിൽ 5754 വരെ എത്തി. ആ രീതിയിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്നുണ്ട്. ഈ വാണിജ്യ ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി 10 ശേഷം വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചുമൊക്കെ അലങ്കാര വിളക്കുകൾ ഉള്ളവ അത് കെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമായ ഗുണമുണ്ടാകില്ലെന്നാണ് KSEB പറയുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾ കൂടി ആ രീതിയിൽ സഹകരിക്കണം. എല്ലായിടത്തും AC-യും ഫാനും മുഴുവൻ സമയം ഇടുന്ന ഒരു അവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. അതിൽ കുറവ് വരുത്താതെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനാകില്ല എന്ന ഒരു വിലയിരുത്തലാണ് KSEBക്ക് വീണ്ടും ഉള്ളത്. 2 ദിവസത്തെ കൂടി ഉപയോഗം KSEB പരിശോധിക്കും. അതിനുശേഷം വീണ്ടും ലോഡ് ഷെഡിംഗ് ശുപാർശ നൽകാനാണ് നീക്കം. അപ്പോൾ ഒരു അതിവേഗത്തിലൊരു മഴ ആ തരത്തിൽ സാധ്യതയില്ല എങ്കിൽ പൂർണ്ണമായും ഒരു ലോഡ് ഷെഡിംഗ് എന്നുള്ള തീരുമാനത്തിലേക്ക് മാത്രം എത്തിച്ചേരേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ നിർബന്ധിതമാകും അല്ലേ? അങ്ങനെ വേണം കരുതാൻ. സർക്കാർ പരമാവധി ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു മാർഗങ്ങൾ തേടണമെന്ന നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് ഈ വൻകിട ഉപഭോക്താക്കളെയും ഈ മാളുകൾ പോലുള്ളവയ്ക്കുമൊക്കെ നിയന്ത്രണം. അലങ്കാര വിളക്കുകൾ രാത്രി ഈ പീക്ക് അവറിൽ തെളിക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോയാൽ ലോഡ് ഷെഡിങ്ങിലേക്ക് തന്നെ സംസ്ഥാനം പോകേണ്ടി വരും. അല്ലെങ്കിൽ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ലഭിക്കണം എന്നുള്ളതാണ് സാഹചര്യം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ലോഡ് ഷെഡിംഗ് വേണമെന്നുള്ള നിലപാടിലാണ് KSEB. മറ്റ് നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നില്ല, ജനങ്ങൾ വേണ്ട രീതിയിൽ സഹകരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് മാറി നിൽക്കാം, രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. KSEB നിർബന്ധിതരാവുകയാണ് ലോഡ് ഷെഡിങ്ങിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.